ഹലോ ഗായ്സ്, വാട്സപ്പ് അപ്പോൾ എന്തൊക്കെയുണ്ടോ വെച്ചാൽ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മച്ചാരെ ഇന്ന് ഡേ 6, നാട്ടിലെ നവരാത്രി ആഘോഷം ഡേ 6. അപ്പോൾ ഇന്നെന്താ വീഡിയോ എടുക്കുക വെച്ചാൽ ഇത്ര ദിവസം ഡേ 5 വരെ അടിച്ച് പൊളിച്ച് തിമിർത്ത് കലക്കിയെന്നല്ല പറഞ്ഞേ, അമ്മാതിരി പരിപാടി വരും. ഫുൾ ആൾക്കൂട്ടം. ഇന്നലൊക്കെ നാടൻ പാട്ട് നമ്മുടെ മാമാങ്കൻ ടീമിൻ്റെ ഗാനമായിരുന്നു. എൻ്റെ മോനെ എത്രയോ ജനം അടിച്ച് പൊളിച്ചെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നും അതുപോലെ ആളുണ്ടാകുന്ന വെച്ച് ഞാൻ ഫുൾ എൻ്റർടൈൻമെൻ്റ് അല്ലേ, സോ ഞാൻ വീഡിയോ എടുക്കാൻ വെച്ച്. അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കുക. ഞാൻ അന്ന് ഊട്ടുപുര അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും കാണിച്ചു തന്നിട്ടില്ല. നമ്മളെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അമ്പല കമ്മിറ്റി മെമ്പേഴ്സിനെ കാണിച്ചില്ല. എല്ലാവരും പറയാ നമുക്കൊന്ന് ഇൻക്ലൂഡ് ചെയ്യടാ, നമ്മളൊക്കെ കുറേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ. നമ്മളെ ഫസ്റ്റ് ടൈം ഒരാളൊക്കെ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനെയൊക്കെ പറയേ. അപ്പോൾ മച്ചാരെ, നിങ്ങൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, അമ്മാതിരി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ട് വ്ളോഗ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ മച്ചാരെ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ല മച്ചാരെ കുറേ. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ ഇപ്പോൾ ഓൺ ദ വേ ആണ്. ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓൺ ദ വേ ആണ്, പുറത്തേക്ക് പോകുന്ന വേ ആണ്. അപ്പോൾ ഗൈസ്, ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് അവിടുത്തെ കുറച്ച് കാണിച്ചു തരാം. എനിക്ക് ചെറിയ ടെൻഷനുണ്ട്, ബിക്കോസ് ഞാൻ ഇത്രയും ആൾക്കൂട്ടത്തിനടുക്ക് പോയിട്ട് വ്ളോഗൊന്നും എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട്. എന്താവോ എന്തോ, ഞാൻ ടെൻഷൻ ആർക്കറിയാം എന്തോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവും. ഞാൻ അപ്പോൾ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്കൊന്ന് ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ഇൻട്രോ തന്നെ കുറച്ച് അധികമായി, എന്നാലും കുഴപ്പമില്ല. ലോങ് വീഡിയോ ആണെങ്കിലും മറ്റവരെ സ്കിപ്പ് ചെയ്ത് കാണുക. അത്രക്കുള്ള സാധനം ഇന്ന് ഉണ്ടാവും. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പം കണ്ട കാഴ്ച ഇവിടെ കണ്ട ഈ ക്യൂ എന്തിൻ്റെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫുഡ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ക്യൂ ആണ്. അയ്യോ കാണുന്നില്ല, ഇല്ലടാ ഇത്ര ക്യൂ, ഇത്ര ജനമുണ്ട്. ഇതാ ഇവിടെയൊക്കെ സ്റ്റേജിലൊക്കെ ആൾക്കാർ ഇരിക്കുക. ഇതാ ഇത്ര ആൾ. ഇതൊന്നും നല്ല ആൾ. ഗാനമേള തുടങ്ങിയ മൊച്ചാരെ ഇവിടെ നിൽക്കാൻ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്ര ആളായിരിക്കും. എന്താണ് ഇതൊക്കെ ക്യൂ ഫുഡ് അടിക്കണ്ട. അപ്പോൾ എന്താ ഇത് സ്റ്റേജ് ഗാനമേളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒന്നും പറയില്ല. ഇതാ ഇത്രയും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ജസ്റ്റ് ഊട്ടൂര് തന്നെ അങ്ങോട്ടൊക്കെ പോവാം. എന്താവോ എന്തോ. ഗൈസ്, ഇതാണ് നമ്മുടെ നാട്ടിലെ അമ്പലം, ശ്രീ കഞ്ചേശ്വരൻ കോയിൽ. കണ്ട ഇവിടെ ഇതാണ് അമ്പലം. ഇതാണ് ഊട്ടൂര. നമ്മളെ ഊട്ടൂര കണ്ട അമ്പലത്തിന് തൊട്ട് സൈഡ് തന്നെ നല്ല പന്തലൊക്കെ വെച്ച് നല്ല ഊട്ടൂരാക്കിന് പുറത്തല്ല ഓളേനെ കൊണ്ടല്ലോ ഇങ്ങനെ ചുറ്റിറ്റി സെറ്റാക്കി വെച്ചിനി. അങ്ങോട്ട് കയറാന്ന് വെച്ചാൽ നടക്കത്തില്ല, ഫുൾ ആൾക്കാരും തിരക്കൊക്കെയാണ്. കണ്ട അങ്ങ് ക്യൂ ആണ്. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുക വെച്ചാൽ കയറിയാലും നോവേ. അപ്പോൾ എല്ലാവരും സീനാക്കിയാൽ അബദ്ധം. സോ ഞാൻ കയറുന്നില്ല. അഥവാ ഉള്ളിൽ കയറി കിട്ടിയാൽ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഒന്നുമില്ല, ഉള്ളിൽ എല്ലാവരും വിളമ്പുന്നു, ഫുഡ് അടിക്കുന്നു. പിന്നെ നമ്മളെ വനിതാ സംഘം നടത്തി കുറച്ച് ആൾക്കാരുണ്ട്, വനിതാ കമ്മിറ്റി. അപ്പോൾ നമ്മളെ അമ്പലത്തിൽ തന്നെ ആൾക്കാർ, നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരെ മേൽനോട്ടത്തിൽ ആ ഫുഡ് ഇതൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ, അവരെ ഡ്രസ് കോഡൊക്കെ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ അവർ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യുക, അവർ കൊടുക്കുന്ന ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നാട്ടിലൊരു ഏട്ടനുണ്ട് സനൽ, നമ്മൾ പൊന്നു വിളിക്കുക. ആകട്ടെ ഡേ 1, ഡേ 1, ഡേ 2 എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് നല്ല നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഉണ്ടാക്കും, വീഡിയോ ക്രിയേറ്റ്. അപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യൂ. അപ്പോൾ ഞാനതും ഇൻക്ലൂഡ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും നൈറ്റിക്കുള്ളിൽ ഒരു 2-3 മണിക്കുള്ളിൽ എന്തായാലും ക്രിയേറ്റ് ചെയ്യും. ഞാൻ അതും ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ലാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം.
ബാക്കിലൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. ഇതൊക്കെ ഫുഡിനാണ്. ഇപ്പോൾ ഒരു പടക്കം പൊട്ടു. അതിനൊരു വീഡിയോ കിട്ടിയ ഞങ്ങളോടെ. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് പൊട്ടാൻ പോകുന്നത്. ഇത് ഇന്നലെ പോയ പൊട്ടി കഴിഞ്ഞ് ഇന്ന് ഇത് പൊട്ടാൻ പോകുന്നതാണ്. പൊട്ടാൻ പോകുന്നതാ ഇതൊക്കെ പൊട്ടാൻ പോകും. ഇനി പൊട്ടുന്ന കാണിച്ചാൽ വെച്ചാൽ ഇതാ ഫോണിന് തിളങ്ങും, ആകാശം കത്തും. അമ്മാതിരി സാധനം ഞാൻ കുറച്ച് ദൂരം തൊട്ടേ. ഇനി പൊട്ടുന്ന കാണിച്ചാൽ ഗൈസ് ഓൺ വർക്കിംഗ്. പടക്കം വെച്ച് പൊട്ടിച്ചുകൊണ്ട് ഓൺ വർക്കിംഗ് ആണ്. എന്തൊക്കെയൊക്കെയോ വെച്ച് ഇതാക്കുന്നുണ്ട്, സെറ്റാക്കുന്നുണ്ട്. ആനയിപ്പോൾ തിന്ന് കത്തും വെച്ചാൽ. ഗൈസ് ഇവിടെ ഒരു പടക്കം പൊട്ടിക്കാൻ മുളയൊക്കെ വെച്ച് എന്തൊക്കെയൊക്കെ ആക്കുന്നുണ്ട്. കണ്ട ഓൺ വർക്കിംഗ് ആണ്. എല്ലാവരും മുളയൊക്കെ എടുത്ത് കെട്ടുന്നുണ്ട്. ഇതാ എല്ലാവരും ഇവിടുത്തെ എല്ലാവരും സെറ്റാച്ചാൽ എല്ലാവരും ഫുൾ ആക്റ്റീവായിട്ട് നിൽക്കുക. എന്നാലും ഐറ്റം പൊടിക്കും ഉറപ്പാണ്. അമ്മാതിരിക്കുള്ള ഉണ്ട് ഇവിടെ. എല്ലാവരും അതിനുള്ള പണി എടുക്കുന്നുണ്ട്. അതുപോലെ മനോഹരമായ രീതിയിൽ പടക്കങ്ങളുടെ ഒരുപാട് പെർഫോമൻസുകൾ അപ്പുറത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനിതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കാപ്പാട് ബ്രദേഴ്സ് മ്യൂസിക്കൽ ബാൻഡിൻ്റെ പരിപാടിയിലേക്ക് ഏവരെയും വളരെ ഹോർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ശ്രീ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിൽ വർഷം തോറും ആഘോഷിച്ചു വരുന്ന നവരാത്രി മഹോത്സവം ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരുപാട് വൈവിധ്യങ്ങളാർന്ന പരിപാടികളിലൂടെ വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഒത്തിരി നല്ല മനോഹരമായ ഗാനങ്ങളുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പം എനിക്കും എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു കൈയ്യടി എന്ന ബന്ധുക്കളൊന്ന് കോൺഫിഡൻസ് ആകുന്നു. ഒരു നല്ലൊരു മനോഹരമായ കൈയ്യടിയിലാവും. താങ്ക് യു വെരി മച്ച്. മാത്രമല്ല നിങ്ങൾക്കായിട്ട് ഈ ഒരു 9 നാളുകളിൽ ഒരു മനോഹരമായ നറുക്കെടുപ്പ് ദിവസവും നടത്തി പോരാറുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നും 3 ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് 11 മണിക്ക് ദസറ ധമാകയിൽ എല്ലാവരും കൂപ്പണെടുത്ത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് വീതിയിലേക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കാര്യം. ഒരുപാട് വർഷങ്ങളോളം വേദികളിലേക്ക് അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം കൊണ്ടും മാലാപേശയിൽ തീർച്ചയായും മലബാറിന്റെ ജനമനസ്സിൽ നല്ലൊരു സ്ഥാനം നേടുകയും മാത്രമല്ല ഒരുപാട് റിയാലിറ്റി ഷോ
പരിപാടികളൊക്കെ തന്നെ നമുക്ക് സുദീർഘമായി സപ്പോർട്ട് നൽകുകയാണ്. റണീഷ് ഫ്രം കാലിക്കറ്റ് അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നല്ലൊരു ഗാനത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഊഷ്മളമായ ഉത്സവാശംസകൾ നേരുന്നു. എല്ലാവരുടെയും സഹകരണം സപ്പോർട്ടെല്ലാം പ്രതീക്ഷിക്കുന്നു. കൈയടികൾ. താങ്ക് യു. അങ്ങനെ പടക്കം പൊട്ടിലായിട്ട് കിട്ടുന്ന പോലെ സാധനം വിളിച്ചു വെച്ചാലേ കണ്ടല് കുളിർമ കൂടി. നമുക്ക് അടുത്ത ഊട്ടൂരിലേക്ക് പോവാം. അവിടെ എന്തൊക്കെയാ നടക്കുന്നത് നോക്കാം. അവിടെയൊക്കെ എന്തൊക്കെയാ നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കാം. ഗൈസ് നിങ്ങൾ കണ്ട പടക്ക തീ സുനേന്നാ പൊന്നേ കണ്ടോ മോൺ. ഗൈസ് ഇതാ നമ്മളെ ഊട്ടൂര. ഇവിടെ ഫുഡൊക്കെ ആവുന്നത് ഇവിടെ നമ്മളെ എന്താ പറയുക കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടി പച്ചക്കറി അരിയുന്ന് അവിടേക്കും അതിലൂടെ എൻട്രി ഇവിടെ എക്സിറ്റ് ചെയ്താ നടുക്കിയിരുന്ന് എല്ലാവരും ഫുഡ് കഴിക്കുക. ഗൈസ് അവിടെ നമ്മളെ എന്താ പറയുക ഡ്രസ് കോഡൊക്കെ ഇട്ട് എല്ലാവരും നല്ല കിടക്കാച്ച പോലെ വിളമ്പുന്നത്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കാം എങ്ങനെ പരിപാടിയൊക്കെ. നമുക്കല്ല ബെസ്റ്റ് എന്നൊക്കെ എല്ലാം ഇറങ്ങി നോക്കി കണ്ടിട്ട് തരാം കേട്ടോ. ഓക്കെ. ഓ ഒന്നും പറയാൻ കിട്ടുന്നില്ലടാ. നിങ്ങൾ നേരത്തെ കണ്ട ഊട്ടൂരുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പാർക്ക് അങ്ങനത്തെ ഒരു കാര്യമാണ്. കണ്ടോ ജസ്റ്റ് ഒരു പാർക്കിംഗ് സെറ്റപ്പാണ്. ഞാനല്ലേ പാർക്ക് സെറ്റപ്പ് ആ രീതിയിൽ നോക്കുന്ന ട്രെയിനൊക്കെ ഓടുന്ന കുറ്റി 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 ട്രെയിൻ ഓടുക. അവിടെ നമ്മളെ തോണി എന്നറിയും. ഇവിടെ തോണി എന്നറിയോ അടുന്ന നിങ്ങളെടുക്കുന്ന അറിയാന്നറിയില്ല. ഒരു തോണി വർക്ക് ചെയ്യുന്നു. ഇത് കുട്ടികളെ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിങ്. ഇവിടെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ തന്നെ കുട്ടികളെ കളിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ വേറൊരു ഡ്രാഗൺ ട്രെയിൻ ഓടുക്കുന്നു ഗൈസ്. അവിടെ എന്തോ ചോട്ടാവിയും കടന്ന് തിരിയുക എന്താണെന്നറിയില്ല ആർക്കറിയാം. അതിൽ ഇരുന്നില് തിരിയുന്ന കാറ് അങ്ങനെ സെറ്റപ്പാ. ഇക്കൊല്ലോ ഫസ്റ്റ് ടൈം ആക്കിയതാ എന്നാലും പൊളിയാക്കി. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇത് വേറെ ഒരു ആക്ടിവിറ്റി കണ്ട ബോള് ചാടി എടുക്കുക. അവിടെ വായിച്ചോക്ക് അവിടെ കണ്ട പന്ത് ചെയ്തിട്ട് ഒരു ബോളിൽ ചാടിയ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടും കണ്ട. ഇവിടെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി. ഒരു സൈഡ് ഇത് ഇതാ വേറൊരു സൈഡ് ഇത് കാണിച്ചതേ ഇതാ വേറൊരു സൈഡ് ഇങ്ങനെ റിങ് എറിഞ്ഞിട്ട് റിങ് ഇതാ ഇതിൻ്റെ ഉള്ളിൽ എറിഞ്ഞിട്ട് അത് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ സൈഡ് ഇത് നമ്മൾ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇതാ ഗൈസ് നല്ല ആൾക്കാരുണ്ട്. ഇപ്പോൾ സമയം ആകെ 8:30 ആവുന്നുള്ളൂ. എന്നിട്ടെന്താ ഇത്ര ആൾക്കാരുണ്ട്. ഇവിടെ പോപ്കോണിൻ്റെ കോണിൻ്റെ സംഭവം അവിടെ എന്തോ ഉപ്പിലിട്ടത്. ഇവിടെ നമ്മളെ ചന്ത മീൻസ് ഓരോ കളിപ്പാട്ടോ അങ്ങനെയൊക്കെ. ഇവിടെ കളിപ്പാട്ടോ ഇവിടെ നമ്മളെ ഗേൾസിൻ്റെ ആക്സസറീസായ കമ്മല് അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആവോ. ഇവിടെ ഓളിനോളൂ അല്ല കളിപ്പാട്ടം കാല കമ്മൽ അങ്ങനല്ലോ. ഇവിടെ പരിപാടി അമർന്ന് നടക്കുക. ഫുള്ളാളോ നടക്കാൻ കൂടി കഴിയുന്നില്ല. ഫുള്ള് എഴുന്നേഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ. ഇവിടെ മുളക് വച്ച് അങ്ങനെ ബജ്ജി
ഇപ്പുറത്തെ ഐസ്ക്രീം, അങ്ങനെ ഫുള്ള് സ്റ്റാളെല്ലായിട്ട് പൊളിയാണ്. ഇതാ ഇവിടെ നമ്മളെ പോരി, അങ്ങനെ കോയലപ്പം, അങ്ങനത്തെ അപ്പങ്ങളെല്ലാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യത്തെ ഉത്സവം തകർക്കാണ് വെച്ചാൽ തകർക്കാണ്. ഇവിടെ പാട്ടടക്കാം, സൗണ്ട് ഉള്ളതുകൊണ്ട് എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല, എന്നാലും ഞാൻ അത്ര സ്ട്രെസ് എടുത്തിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ വാക്യം? ഇങ്ങോട്ടുള്ള കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ നല്ല നല്ല കുറച്ച് മൂവ്മെൻറ്റ്സ് ഇട്ടതാ. അപ്പോൾ ഞാൻ ഫുള്ള് അന്നാ വിചാരിച്ചെങ്കിൽ ഞാൻ എന്നെ ഫുള്ള് കാണിച്ചെന്നാണ്. അപ്പോൾ ഞാൻ ഇനി കുറച്ചുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം, നല്ല നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ കാണിച്ചുതരാം. ഇവിടെയുള്ള കാണിച്ചു കാണിച്ചുതരാം. ഓക്കെ.
Thank you. Good night. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് അടിപൊളി കിടുക്ക ചെണ്ടമ്മോ ഇത് കണ്ടല്ലോ, അമ്പലം ഫുള്ളും ഷോറൂണ് എല്ലാ പരിപാടിയും കണ്ടല്ലോ. പിന്നെ കുറച്ച് അമ്യൂസ്മെൻറ്റ് പാർക്ക് പരിപാടി അങ്ങനെയൊക്കെ കണ്ടല്ലോ. പിന്നെ കുറച്ച് കച്ചറ, അത് എല്ലാ ഉത്സവത്തിനും പറഞ്ഞു വെച്ചാന്ന് തോന്നുന്നു കായ്സ്. കഴിഞ്ഞ കൊല്ലം ഉണ്ടേനു, ഇക്കൊല്ലം ഉണ്ടേനു, എന്താ അറിയില്ല. എല്ലാം ഓരോ നേരം കായ്സ് ഓരോ സാധനങ്ങൾ അടിച്ചു വന്ന് മറ്റെന്താ ഓരോന്ന് വെച്ചും കുടിച്ചും എല്ലാം ആയിട്ട് ഞാൻ പറയാം. എന്ത് കച്ചറ പിള്ളേർ അത്ര വയസ്സൊന്നുമില്ല, ചെറിയൊരു ഏട്ടന്മാർ എന്താ പറയുക, 25-24 ആ റേഞ്ചിലുള്ള ഏട്ടന്മാരാണ്. ഇന്ന് ഇങ്ങനെ ആയിപ്പോയി ആർക്കറിയാം. ഉത്സവം വരും നല്ലോണം ആഘോഷിക്കുക, കൂടുക, പോകുമല്ലാണ്ട് ഇത് കച്ചറ അടിയിലാക്കി പോലീസൊക്കെ വന്ന് കച്ചറ അതൊക്കെ വിട്ട് നമുക്ക് നമ്മളെ എൻജോയ്മെൻറ്റ് മാത്രം. ഇതൊക്കെ നോക്കാൻ തന്നാൽ ഇതൊക്കെ സമയമുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ വെയിറ്റ് ഫോർ നെക്സ്റ്റ് ബ്ലാസ്റ്റിക് വീഡിയോ. ഇനി ചിലപ്പോൾ ഇടാൻ പോകുന്ന വീഡിയോ നമ്മളെ രഥോത്സവമില്ലേ അതിൻ്റെ ഇവിടെ ആയിരിക്കും. ഇങ്ങനെ ഇവിടുന്ന് താഴെ വെച്ചു മേലെ ചൊവ്വ പോകുന്നതും പിന്നെ അതിനിടയ്ക്ക് കുറേ പരിപാടി ഉണ്ട് വെച്ചാൽ കാവടിയാട്ടം, ഡാൻസ്, നൃത്തങ്ങൾ, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. DJ പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ കയറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ഫോർ ദാറ്റ്. അടിപൊളിയായിരിക്കും വെച്ചാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അമ്മ പിടിയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, സി യു. നല്ല ഇരുട്ടാ ചുറ്റുപാട്, ഫ്ലാഷിലാണ് നിൽക്കുന്നത്. ടാറ്റാ, ബൈ, സി യു.